ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു യാത്ര പോവാണ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന കുളത്തൂപ്പുഴ ടെമ്പിളിലോട്ടാണ്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ട്. അപ്പം വീഡിയോയിലേക്ക് സ്കിപ്പ് ചെയ്യാതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോ ഡീസലടിക്കാൻ കയറി സുഹൃത്തുക്കളെ. രാവിലെ തന്നെ മഴയാണ്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്. അമ്പലം എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ വലിയ മീനൊക്കെ കിടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ മൊത്തം കലയും കിടക്കുക. ഗൈസ്, കൊളത്തൂപ്പുഴ ടെമ്പിൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ വാതില്. ഇവിടെ ക്യാമറ അലോഡ് അല്ല, അതുകൊണ്ടാണ് ചെറുതായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് ഗൈസ് ഈ ആറിലോട്ട് പോകാനുള്ള വഴി കണ്ട. ഇവിടെ ഉണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. മഴ പെയ്ത് മൊത്തം കലയും കിടക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തൊഴുതെല്ലാം ഇറങ്ങി തിരിച്ച് വണ്ടിയിൽ കയറി. നമുക്ക് കഴിക്കാൻ പോകണം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഒരു മ്യൂസിയത്തിലാണ്. കണ്ട ബാക്കി കണ്ട മതിലൊക്കെ കണ്ട പെയിന്റിങ് ഉണ്ട്, അടിപൊളി. അപ്പോൾ ഗൈസ്, ഇതാണ് എൻട്രൻസ്. ഗൈസ്, ഇതാണ് കൊളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇവിടെ കണ്ട ഗൈസ് ഒരു ആനയുടെ പ്രതിമ ഉണ്ട്. ഫുള്ള് കല്ലാണല്ലോ. ഇത് മറ്റേ കമ്പിയല്ലേ? കമ്പിയിൽ കല്ല്, അതിൻ്റെ അകത്ത് കല്ലിട്ടിട്ട് സെറ്റാക്കി വെച്ചേക്കും. ഗൈസ്, ഇവിടെ ഒരു മാപ്പ് ഉണ്ട് കണ്ട. ഇതുവരെയാണ് കയറി വന്നത് കണ്ട. കുറേ ഉണ്ടല്ലോ. നമുക്ക് നേരെ നടക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടാണ് ആദ്യമേ കയറുന്നത്. ടിമ്പർ ഗാലറിയാണിത് ഗൈസ്. ഓരോ മരത്തിൻ്റെ പേരും അതിൻ്റെ ഓരോ പീസുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, അതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഓരോ മരത്തിൻ്റെ ഇങ്ങനെ വായിച്ച് വായിച്ച് ഇങ്ങനെ നോക്കാം കണ്ടോ. ഇവിടെ മൊത്തം ചുറ്റിന് ഇതാണ് ഗൈസ്. ഇനി ഗൈസ് ഇനി അടുത്ത് ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഇത് മൊത്തം തടിയാണല്ലോ. ഇപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ ഓരോ മരത്തിലും ഇവിടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടാ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാ മരത്തിലും പേര് എഴുതി വെച്ചിട്ടുണ്ട്. ദേവയല്ല, ഞാനൊന്നും പറയുന്നില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന കേരളത്തിലെ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഭയങ്കര സൈലൻ്റ് ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫീലാണ് ഗൈസ് ഇവിടെ. ദേവികുളം ദേശീയോദ്യാനം സംസ്ഥാനത്തെ ആദ്യ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് 1983. പിന്നെ ഗൈസ്, പയ്യെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ നല്ല സൈലൻ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് അമ്മ പയ്യെ പറഞ്ഞു തരുവാണ്. ഗൈസ്, ഇതെന്ന് പറയുന്ന കളരിപ്പയറ്റിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ്. ഗൈസ്, ഇത് കേരളത്തിലെ കലാരൂപത്തിൻ്റെ ഡ്രസ്സും അതിനെക്കുറിച്ചുള്ളതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ കാണിക്കാൻ കുറേ ഉണ്ട്. ഇത് പയ്യെ പയ്യെ കാണിച്ച വീഡിയോയ്ക്ക് നല്ല ലെങ്ത് വരും.
അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഫോറസ്റ്റിൻ്റെ മോഡലാണ്. കുറച്ച് ആനിമൽസിൻ്റെ പ്രതിമയും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രതിമകളൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ കറക്റ്റ് ഒറിജിനൽ പോലെയാണ് തോന്നിക്കുന്നത്. പാമ്പ് നമ്മൾ ഫോറസ്റ്റിൻ്റെ കുറിച്ചാണ് കണ്ടത്. നമ്മൾ തണ്ണീർത്തടങ്ങളുടെ ഒരു മ്യൂസിയമാണ് കാണാൻ പോകുന്നത്. കയറി വരുമ്പോൾ തന്നെ വേണ്ട ഇതാണ് കാണുന്നത്. ഇതാരാ കിടക്കുന്ന എന്താ ഗൈസ്, ഈ കൊക്കിനെ കണ്ട പാമ്പിൻ്റെ തല. ഇതൊന്നും ഒറിജിനൽ അല്ലേ, ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പണ്ട് കാലത്ത് മീൻ പിടിക്കുന്ന വലകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. കൊട്ടവഞ്ചിയും വള്ളങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം. ഓരോ അടുത്ത് ഓരോരോ ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ് ഇത്. പെട്ടെന്ന് കാണുമ്പോൾ ഒറിജിനലായിട്ടാണ് തോന്നിക്കുന്നത്. ഗൈസ്, നമ്മൾ ഈ ഡൈനോസറൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയാണെന്ന് നമുക്ക് 3D അവർ കാണിച്ചു തരും പ്രൊജക്ടറിൽ കൂടെ. ഡൈനോസർ മാത്രമല്ല ഗൈസ്, നമ്മൾ ഫോറസ്റ്റിലുള്ള കുറച്ച് ആനിമൽസിൻ്റെയും കൂടെ കാണിക്കും. കൈ താറ്റ എല്ലാം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു പാർക്കുണ്ട്. ഇതേ ഇവിടെ പുലി 2 കാലിൽ നിൽക്കുന്നു. കൊള്ളാം. ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ നല്ല ആംബിയൻസ് ആണ്. കണ്ടോ, ഇത് പണ്ടത്തെ ആൾക്കാർ ഒരു കമ്പി ഉണ്ടാ ചെയ്തേക്കുന്നുണ്ടോ. ഇത് ആദിവാസികളുടെ വീടാണ്. ഫോട്ടോസ് വെച്ചിരിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. കേരളയുടെ മാപ്പ് ഉണ്ട്. ഒരു ആദിവാസി വിഭാഗങ്ങളായത് കേട്ടോ. ഗൈസ്, ഈ കേരളയുടെ മാപ്പിൽ കുറച്ച് നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോയിൽ അതേ നമ്പറാണ് എഴുതിയേക്കുന്നത്. കേരളത്തിൽ ഓരോ സ്ഥലത്തും ഏതൊക്കെ ആദിവാസികളാണ് താമസിച്ചേക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. ആ നമ്പർ വെച്ച് നമുക്ക് നോക്കണം. അടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഗൈസ്, ഇത് ഫാനാണ് കേട്ടോ.
ഇത് കല്ല് വെച്ച് ചെയ്തേക്കുന്നുണ്ടാ കല്ലുണ്ട്. കുറച്ചേരി ഇവിടെ ഒന്ന് കളിക്കട്ട്. സ്ലൈഡിൽ കയറാൻ പോവാ. അയ്യോ ഇവിടെ ചെലന്തി. ഞാൻ കറക്കി വിടട്ടെ? കാല് നോക്കിക്കോ. ഈ ചെയിൻ ഇത് സൈക്കിളിന്റെ ചെയിനല്ലേ തന്നെ. കമ്പിയാണിത്. അയ്യോ ഇതൊക്കെ തിരിയുന്നു. വേണ്ട തൊടണ്ട, ഊരി വരും. കേക്കോ അയ്യോ ഞാൻ എൻ്റെ കാല് വെച്ച് പൊക്കുന്നത്, അല്ലാതെ പൊങ്ങുന്നതും തേങ്ങുന്നൊന്നും ഇല്ല. തിരിച്ച് കാറ് കിടക്കുന്ന അങ്ങോട്ട് നടക്കുവാണ് ഗൈസ്. തിരിച്ച് ഫ്രണ്ടിലെത്തി നമ്മുടെ കാറ് ഇതേ കിടക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ തെന്മല ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടക്കുവാണ്. ഞങ്ങൾ കുറച്ചേരം കൂടി ഇരിക്കുകയാണ്. ബാക്കിൽ കാണുന്നുണ്ട്. ഗൈസ് ഞങ്ങളങ്ങോട്ട് നടക്കുവാണ്. ചുറ്റി നമുക്ക് നടന്ന് വരണം. അപ്പോൾ കുറേ നടക്കാനുണ്ട്. അയ്യോ കൊള്ളാം, നല്ല തണുപ്പൊക്കെ ഉണ്ട് ഗൈസ്. വെയിൽ വന്നു. നിങ്ങൾ കണ്ണാടി വെച്ച് കുറച്ച് പഠിച്ചു. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സ്റ്റെപ്പ് വഴി മണ്ടയിലോട്ട് പോകണം. ഞങ്ങൾ ഡാമിൻ്റെ മുകളിലെത്തി. മഴ പെയ്തിട്ട് ഡാമിൽ വെള്ളമൊക്കെ കുറവാണ്. അവിടെ ചെറുതായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. ഇത് ഷട്ടർ തുറക്കുന്ന ഒരു മെഷീനാണ്. പൈസ അവിടെ ചെറുതായിട്ട് തുറന്നിട്ടേക്കുവാണ്. നല്ല കാറ്റ്. മഴ ചെറുതായിട്ട് ചാറുന്നപ്പോൾ തിരിച്ചങ്ങോട്ട് നടക്കുവാണ്. അവിടെ കുറച്ച് കുരങ്ങന്മാരിരിപ്പുണ്ട്. മലയുടെ വ്യൂ നോക്കി. അടിപൊളി അമ്മച്ചി. ഗൈസ് അങ്ങനെ റോഡെത്തി. ഗൈസ് ഞങ്ങളെ കാറിന്റെ വണ്ടേ കുരങ്ങ്. ഏ പ്രഭു, ഞാൻ ഗൈസ് തിരിച്ച് കാറിലെത്തി. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റിൽ നിർത്തി. ഇവിടെ ഒരു ടവർ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ മണ്ടയിലത്തെ നിലയിൽ കയറി. നല്ല വ്യൂ ആണ് ഇവിടെ. അങ്ങനെ തിരിച്ചു പോവാണ് നേരെ വീട്ടിലേക്ക്. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ വന്നപ്പോൾ രാത്രിയായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ വെറൈറ്റി വീഡിയോ ആണ് ഗൈസ്. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ